called his disciples and said, "Go, I send you like a wolves among the sheep." Sheep among the wolves, praise God. ദൈവം പറയുന്ന സ്ഥലത്ത് പോയെങ്കിൽ മാത്രമേ ദൈവമക്കളെ ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. Only if you go to the place where God wants you to be, you will be able to bear the fruit. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, അനന്യാസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. In the book of Acts of the Apostles, we see about a person called Ananias. ശൗൽ എന്ന് പറയുന്ന ഭീകരനായ മനുഷ്യൻ ഭീകരത്വം സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിൽ കൂടി ഓടി നടക്കുമ്പോൾ ദൈവനെ അടിച്ച് താഴെ ഇട്ടതായി ദൈവത്തിൽ And we see how God got hold of Saul, who was persecuting the church. യൂദയുടെ വീട്ടിൽ അവൻ കണ്ണു കാണാതിരിക്കുന്ന അവസരത്തിൽ യേശു അവനോട് പറയുവാനിടയായി, അനന്യാസേ കടന്നു എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. And while he was in the house of Judas as a blind man, and we see how God told Ananias to go and pray for him. അനന്യാസ് പറഞ്ഞു, എന്നാന്നറിയാമോ കർത്താവേ, അവൻ എത്ര ഭീകരനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു, എനിക്ക് അവന്റെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. What Ananias said was, Lord, I've heard about this man, how he persecuted the church. I won't be able to go and pray for that man. അവനോട് പറഞ്ഞു, അവൻ എന്റെ നാമത്തിന് വേണ്ടി എത്ര കഷ്ടം സഹിക്കേണ്ടവനാ. And what God said is, he needs to suffer persecution for my name. ചെന്നായ മനുഷ്യന്റെ അടുത്തേക്ക് അനന്യാസ് കടന്നുപോയത് കൊണ്ട് ഓർക്കണേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പൗലോസിനെ ദൈവം പുറത്തേക്ക് എടുക്കുവാനിടയായി. Even though Paul at that time was a new, praise God, God wanted to transform his life to make it a blessing for him. ദൈവം ഏത് സ്ഥാനത്ത് പോകുവാൻ നിന്നോട് പറഞ്ഞാലും പോയെങ്കിൽ മാത്രമേ നിനക്ക് ഫലം കായ്ക്കുവാൻ കഴിയൂ. And children of God, only if you obey to what the voice of God and go where he wants you to be, then you will bear the fruit. ചില സന്ദർഭങ്ങളിൽ ദൈവമക്കളെ ദൈവം കൽപ്പിച്ചാൽ നമുക്ക് പോകാനൊക്കത്തില്ല, അത് ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടാകുവാനിടയാകും. But sometimes God commands and we don't want to listen, and that will create a problem in our life. ഞാനിപ്പോൾ മാവേലിക്കരയിൽ പള്ളിപ്പാടിനൊക്കെ അടുത്ത് മുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലായിരിക്കും. I am with the ministry in a place called Muttam in Mavelikara. ഞാൻ ആ ദേശത്ത് വന്നിട്ട് രാവിലെ ഇങ്ങനെ അത് നടക്കാൻ ഇങ്ങനെ സാധാരണ കടന്നു പോകാറുണ്ട്. And oftentimes I take a walk in that city that I am living in. ആദ്യത്തെ ദിവസങ്ങൾ നടക്കാൻ അങ്ങോട്ട് പോയ അവസരത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, ഈ ഭവനത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. And as I was walking by one day, the Spirit of the Lord told me to go to a particular home and pray for them. ആ വീട്ടുപേര് കണ്ടിട്ട് ഒരു ഹൈന്ദവന്റെ വീട്ടുപേരായി എനിക്ക് തോന്നി. അന്ന് എനിക്ക് കയറി പ്രാർത്ഥിക്കാൻ ഒത്തിരി. And at that time, as I went into the home, I thought that it was a Hindu's home, and I didn't really have a chance to go in and pray for that. അടുത്ത ദിവസം അതേ സമയത്ത് ഞാൻ അതിലെ പോയി ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇവിടെ കയറി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. And the next day I happened to walk by the same place, and the Spirit of the Lord told me to go and pray for them. പുതിയ ഭവനമാണല്ലോ, എന്റെ ഭാര്യയെ കൂടെ വിളിച്ചാൽ ഒന്നിച്ചു പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. So being a new home, I thought I'll call my wife and then we will walk together and go there. അടുത്ത ദിവസം പോകാനൊത്തില്ല, അവിടെ കയറി പ്രാർത്ഥിക്കാനും ഒത്തില്ല. The next day I was not able to go there, neither was I able to pray. അടുത്ത pray. ദിവസം ഞാൻ കേൾക്കുവാനിടയായിത്തീർന്നത്, ആ വീട്ടിലെ ആ പ്രിയ സഹോദരൻ വാഹനമിടിച്ച് അല്പം അപ്പുറത്ത് മരിക്കുവാനിടയായിത്തീർന്നു. And after a few days I heard that there was a man in that home who died in an accident many days from there. എന്റെ ഹൃദയത്തിനകത്ത് വളരെ വേദന തോന്നി. ആ മനുഷ്യന്റെ ഡെഡ് ബോഡിക്ക് അടുത്ത് ഞാൻ പോയി ഒന്ന് മാത്രമേ നോക്കിയുള്ളൂ. And I went and as I was going to see that dead body, I just had a glance of this man. ആ മനുഷ്യന്റെ വീട്ടിൽ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ കയറുവാനിടയായുള്ളൂ. And there was only one other time I went to that home. എന്റെ സഭയിൽ ഞാൻ പോയ സഭകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ പറ്റിയത് പരാജയത്തിൽ ഒന്നാണത്. And that was one of the failures that happened in my life. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ ദൈവം എന്നോട് പറഞ്ഞ അവസരത്തിൽ ഞാൻ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാവശ്യം ആ മനുഷ്യൻ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു. I truly believe that if I had prayed for that man when the Lord had instructed me to do that, that man would have never died. The word of the Lord says you need to pray in the presence of God so that you will be exempt from all the tribulations that is going to come to pass. And Jesus Christ, as he was passing by Bethany, he saw a tree. He hungered and he looked at it for food. We know that there was only leaves but no fruit on that.
And Jesus Christ said, let not you bear any fruit from hence. I mean, while I was passing by that man's house, Jesus was looking at me like that fig tree. If I was able to bear a fruit at that time, that man would have never perished. Children of God, you and I do not know when God has calls us. It's not when we think that we need to produce fruit that we will produce fruit. And only if you and I are prepared to bear the fruit, he will be able to produce that fruit in us. We read about Joseph, the son of Jacob. We know how Joseph had 2 dreams while he was still in his home. Sun, the moon and the stars, they all came and worshipped him. While he was in the field, the sheaves of Joseph, the brethren came and bowed before his sheaf. One day Jacob told his son Joseph, you go and inquire about your brothers who are feeding the flock. And we know that Joseph was willing and ready to go and help his brothers. He took the substance that he had in his hand to see his brothers. But we know that God did not show any trouble or the suffering that he will have to face on that journey. If God had already shown him a dream about the suffering and the pit and the person and the Potiphar's house that he will endure, he would have never set forth for the journey. Many times God promises many blessings in our life, but he will never show the sufferings behind it. God knows that you don't have the power to endure the suffering. If he shows you, that's why he never shows you ahead. If God had shown you the trouble that you had to face for him before choosing a path, you and I would have never taken that path. And like many of our brothers nowadays do, if they know about the trouble they will have to endure, they would have thrown away everything and gone somewhere else. Praise the Lord, because he obeyed the voice of his father and went to bear the fruit. You know how many fruits he bore later on? Praise God, the first thing he was able to produce was he was able to bring grain to his brethren. Next we see him in the Potiphar's house where he began to produce fruit for the Lord. And the fruit that he bore in Potiphar's house was that he was able to keep that which was entrusted to him. Amen. Love never diminishes in the word of God. In Corinthians we read. When it speaks about the fruit of the Spirit, it first of all mentions about love and everything else that follows. I mean, in the fruit of the Spirit of God and the love is what is included also temperance. Not only